ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം ഇന്ന് വെനസ്ഡേ ആണല്ലോ. വെനസ്ഡേ February 11 അല്ലേ. അപ്പൊ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അഞ്ജുവിന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മോന്റെ പേര് ആദിത്യ നാരായണൻ എന്നാണ്. വീട്ടിൽ യദുക്കുട്ടൻ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ മോന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന യദുക്കുട്ടന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മോന് വേണ്ടിയിട്ട് വിഷ് ചെയ്തേക്കണേ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി മോന് ജീവിക്കാനായിട്ട് സർവീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നന്നായി പഠിച്ച് നല്ല മിടുക്കനായിട്ട് വരട്ടെ യദുമോൻ. അപ്പോൾ യദുക്കുട്ടന് ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ബെറ്റി ജോൺ എന്നിട്ടൊരു ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അതായത് മൺഡേ ആയിരുന്നു അത്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇല്ലായിരുന്നുണ്ടെങ്കിൽ മൺഡേ വ്ളോഗിൽ ഞാനത് മെൻഷൻ ചെയ്തേനെ. ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് നേരുവാണ്. രണ്ടുപേർക്കും നിങ്ങൾ എന്തായാലും വിഷസ് അറിയിച്ചേക്കോ, യദുക്കുട്ടനും അതുപോലെ തന്നെ ബെറ്റി ചേച്ചിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് എനിക്ക് കമന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ ഒത്തിരി പേരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ മടിയാണെന്ന്. അപ്പോൾ മടിക്കാതെ കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര്. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാനിപ്പോൾ ആരുടെയും പേര് മെൻഷൻ ചെയ്യാത്തത് ഞാൻ എഴുതി വെക്കാനായിട്ട് മറന്നുപോയി. ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് വായിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും പുതിയ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. നമ്മളിന്ന് സാറ്റർഡേ എടുത്തിട്ടുള്ള വ്ളോഗാണിത്. അപ്പോൾ സാറ്റർഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്ന് സ്പെൻസർ പ്ലാസ വരെ പോകണമായിരുന്നേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ OnePlus ഫോണിൽ ഇതുപോലെ ലൈൻസ് വീണിട്ട് അങ്ങനെ ഗ്രീൻ ലൈൻസ് വീണായിരുന്നു കേട്ടോ. കുറേ നാളായി. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അത് VR മാളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് VR മാളിൽ നിന്ന് എടുത്ത് മാറ്റി സർവീസ് സെൻറ്റർ. അപ്പോൾ അങ്ങനെ ഇതേ നമ്മളിവിടെ സ്പെൻസറിലാണ് വന്നേക്കുന്നത് കേട്ടോ. അങ്ങനെ അതും ശരിയാക്കി കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. 1 മണിക്കൂറോളം എടുത്തു. പിന്നെ ഈ ഗ്രീൻ ലൈൻസ് വീഴുന്നത് നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ മിക്കവാറും എല്ലാ ഫോണിനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ OnePlus ഫോണിന് മാത്രമാണ് ഫ്രീ സർവീസ് ചെയ്ത് തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ കയറി. അപ്പോൾ നമ്മുടെ ഈ സ്പെൻസർ പ്ലാസയ്ക്കകത്ത് കൂടുതലും ഹോൾസെയിൽ മാർക്കറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് എനിക്ക് ബീഡ്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ആമയ്ക്കും കൂടി വേണ്ടിയിട്ട് ഓരോ ബീഡ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, കയ്യിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അത് യൂസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ട് ഹസ്ബൻഡ് ഒരെണ്ണം മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കൂടി മേടിച്ചു തരാൻ പറഞ്ഞതാണ്. അങ്ങനെ വന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വൈകുന്നേരമാണ് ആമിയെ കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആമി നല്ല ഉറക്കമായിരുന്നു വരുന്ന വഴിയിൽ. അപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ കാറ്റടിക്കുമ്പോൾ ഉടനെ തന്നെ ആമി ഉറങ്ങും കേട്ടോ. ഞാനും കുഞ്ഞിലെ ഇങ്ങനെ തന്നെ ആയിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കമാണ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ വീടെത്തുന്നവരെ ഞാനിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മോളും. പിന്നെ ഞങ്ങൾ പതിവ് തെറ്റിക്കാതെ നേരത്തെ ബിലാലിലേക്ക് വന്നു. ബിലാലിൽ വന്നേക്കുന്നത് ഒരു ചായ കുടിക്കാനാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8-8:30 മണിയായി. നല്ല തിരക്കുള്ള സമയമാണ്. പിന്നെ ഈ ബിലാലിൽ എപ്പോൾ നോക്കിയാലും തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ആ പുറത്ത് ആ ഒരു ചായ കൊടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് തിരക്ക് കൂടുതൽ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയാണ് കയറിയത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ മട്ടൺ സമോസയും ബൺ ബട്ടർ ജാമുമാണ് മേടിച്ചിട്ടുള്ളത്. ഹസ്ബൻഡിനാണ് ബൺ ബട്ടർ ജാം, ഞങ്ങളത് കഴിക്കത്തില്ല. ആമിക്ക് എനിക്കും മട്ടൺ സമോസയാണ് മേടിച്ചത് കേട്ടോ. ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് തികയാത്തതുകൊണ്ട് പിന്നെ വീണ്ടും മേടിക്കുകയാണ് ചെയ്തത്. ബിലാൽ ഷോപ്പ് ഇതാണ്. അപ്പോൾ ഈ ബിലാൽ ഷോപ്പ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും LIC ബിൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ ഈ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, മദ്രാസിലുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത് ചെന്നൈയിലെ ഏറ്റവും ആദ്യത്തെ പൊക്കം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ഇത് 1959 ഇത് പണിതത്. മൊറാർജി ദേശായി ഇരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇത് നിർമ്മിച്ചത്. 54 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആ ബിൽഡിംഗ് പണിത് 2 വർഷത്തോളം ഇതായിരുന്നു ടാളസ്റ്റ് ബിൽഡിംഗ്. അതുപോലെ തന്നെ ലണ്ടൻ ബേസ്ഡ് ആർക്കിടെക്ട്സിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുവഴി വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴാണ് വീഡിയോ കറക്റ്റായിട്ട് എടുത്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിലാലിൽ നിന്ന് തന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കഴിക്കാതെ നമ്മൾ മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഇനി മാവൊന്നും ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിച്ചുകൊണ്ട് വന്നു. 2 സെറ്റ് ബട്ടർ നാനും പിന്നെ ഇടിയപ്പവും പിന്നെ ഇത് പെപ്പർ ചിക്കൻ ഗ്രേവിയാണ്. ഇതും കൂടിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എൻ്റെ കൈ കിടക്കുന്ന ഈ
ബീഡ്സ് ആണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ സെറ്റ് ചെയ്ത് തരുവാണ് ചെയ്തത് കേട്ടോ. ഒരു ഈവിളയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആമിക്കും എനിക്കും ഹസ്ബൻഡിനും മേടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സൂട്ടോപ്പിയ എന്നായിട്ടുള്ളൊരു മൂവി ഉണ്ടല്ലോ, അത് ഇതുവരെയും കണ്ടിട്ടില്ല. എപ്പോഴും ഹസ്ബൻഡും ആമിയും കാണണമെന്ന് പറയും. ഞാനധികം അങ്ങനെ കാർട്ടൂൺ സിനിമ കാണാറില്ല, പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് ഭയങ്കര അഡിക്ഷൻ പോലെയാണ് കേട്ടോ ഈ കാർട്ടൂൺ സിനിമ കാണുന്നത്. അപ്പം അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് കണ്ടു, ഫസ്റ്റ് പാർട്ട് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് തൈപ്പൂയാണ്. അപ്പോൾ തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഇതേ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെറസിൻ്റെ മേലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ തൈപ്പൂയത്തിന് വലുതായിട്ട് അങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്നാലും ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോകണം, ക്ഷേത്രത്തിൽ പോകണം, പിന്നെ മാളിലൊക്കെ ഒന്ന് പോകണം. വീക്കെൻഡ് ആണല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ചിലരെപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്കെപ്പോഴും ദുഃഖമാണ്, എനിക്കെപ്പോഴും വിഷമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില സമയത്ത് അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ തോന്നും. അത് ചിലപ്പോൾ അത് റീസൺ അറിയാമായിരിക്കും, ചിലപ്പോൾ റീസൺ അറിയത്തില്ലായിരിക്കും. അങ്ങനെയൊക്കെ ചില സമയത്ത് നമുക്ക് ചില മൂഡ് സ്വിങ്സ് വരുമല്ലോ. ഞാൻ മുന്നെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് കുറേ നാൾ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സമാധാനവും സന്തോഷവും ഒന്നും കാണത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖം വരുമ്പോഴത്തേക്കും അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പം കുറച്ച് നേരം വിഷമിക്കും, കരയാൻ തോന്നിയാൽ നന്നായിട്ട് കരയും, എന്നിട്ട് പിന്നീട് ആലോചിക്കും നമ്മളിപ്പോൾ വിഷമിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണല്ലേ. ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം നമ്മളെ വിഷമിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് കുറേ അനുഭവങ്ങൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ഒരു ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് തോന്നും. അതായത് വിധിയെ തടുക്കാൻ കഴിയില്ല. ചില സങ്കടങ്ങൾ, ചില ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ ആ സമയത്തല്ലേ. പിന്നെ അത് ഓർത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ നമ്മുടെ ലൈഫിൽ. ഹസ്ബൻഡായിരിക്കും, മക്കളായിരിക്കും, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മളെ കണ്ട് വിഷമിക്കും അല്ലേ. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്, എന്നെ വിഷമിപ്പിക്കാൻ ആരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്നെ വിഷമിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് സെൽഫ് ലവ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒന്നും നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ല, അത് മറ്റൊരു കാര്യം. ഇത്രയൊക്കെ ഞാൻ മോട്ടിവേഷൻ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് താളം തെറ്റിയൊരവസ്ഥയിലേക്ക് ഞാനും പോകാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് അതിയായ ദുഃഖം ഉണ്ടെങ്കിൽ നിങ്ങളത് സങ്കടം പറഞ്ഞ് ആരോടെങ്കിലും, വിശ്വസ്തരായിട്ടുള്ള ആരോടെങ്കിലും പറഞ്ഞു തീർക്കുക, കരഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പേപ്പറിൽ എഴുതി തീർക്കുക, കത്തിച്ച് കളയുക. ഇതൊക്കെയുള്ളൂ നമുക്കൊരു ഓപ്ഷൻ. ജീവിതകാലം മുഴുവനും ആ ഒരു ദുഃഖം പേറിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ നിന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴും ഒന്ന് ഓർക്കുക, നമുക്ക് നമ്മളേ ഉള്ളൂ, നമ്മളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ നമ്മളേ ഉള്ളൂ. പക്ഷെ നമ്മളെ വിഷമിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഒക്കെ ഒത്തിരി പേര് കാണും. അത് ഈസിയാണല്ലേ. മറ്റുള്ളവൻ്റെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കാൻ അറിയാത്ത ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക, നമുക്ക് നമ്മളെന്നും ഒരു നല്ലൊരു സുഹൃത്തായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അതിയായ ദുഃഖം വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ സമയവും കടന്നു പോകും എന്നുള്ളത്. അപ്പോൾ ഇത് ഭഗവത്ഗീതയിൽ എവിടെയോ ഞാൻ വായിച്ച് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതല്ലേ ശരി. അപ്പോൾ നമുക്ക് എന്നും ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്കൊക്കെ ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ ഒരു വികാരങ്ങളും നിരന്തരമല്ല. ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖമായിരിക്കാം, നാളെ ദുഃഖമാണെങ്കിൽ ഇന്ന് സന്തോഷമായിരിക്കാം. അപ്പോൾ അതിങ്ങനെ മാറി മാറി ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ ജീവിക്കുക കേട്ടോ. ജസ്റ്റ് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾ അണ്ണാനഗറിലുള്ള ഗീതം വെജിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ആന്ധ്ര മീൽസാണ് കഴിച്ചത്. ഹസ്ബൻഡ് സ്പെഷ്യൽ മീൽസാണ് കഴിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ ചെന്നൈ മീൽസാണ് കഴിച്ചത് കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ മാളിലേക്ക് ഓടി വരുന്നത്, നമ്മൾ സൂട്ടോപ്പിയയുടെ സെക്കൻഡ് പാർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഓൾറെഡി ക്ഷേത്രത്തിൽ പോയിട്ടാണ് പിന്നീട് മാളിലേക്ക് വന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് തൈപ്പൂയ ആയതുകൊണ്ട് തന്നെ പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കൊക്കെ അവിടെ പൂജ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ സൂട്ടോപ്പിയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ 3D ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കാർട്ടൂൺ സിനിമയ്ക്ക് വന്നാൽ ഞാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് സൂപ്പറായിട്ട് ഉറങ്ങും കണ്ണാടി വെച്ചിട്ട്. സെക്കൻഡ് ഹാഫാണ്
ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്നെ ഹസ്ബൻഡും മോളും കളിയാക്കും, തലേണയും പായും ഒക്കെ ഇട്ട് തരാം, തറയിൽ കിടന്ന് ഉറങ്ങാൻ പറയും കേട്ടോ എന്നോട്. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഇതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഈ കാർട്ടൂൺ സിനിമകൾ. പക്ഷെ എന്നാലും ഞാനൊരു ഫസ്റ്റ് ഹാഫ് ഉറങ്ങി കഴിയുമ്പോഴേക്ക് സെക്കൻഡ് പാർട്ടിലായിരിക്കുള്ളൂ കഥ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇവരെ തിരിച്ച് കളിയാക്കും, നിങ്ങൾ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിട്ടിരുന്ന് കണ്ടിട്ട് ഒരു പ്രയോജനമില്ല, സെക്കൻഡ് പാർട്ടിലാണ് ഫുൾ കഥ കാണിക്കുന്നത്, അപ്പോൾ എന്തേലും ഞാൻ ചെയ്യുന്നതാണല്ലോ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാദിക്കാറുണ്ട് അവരോട്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമ കാണൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ദേ വന്നിട്ട് ഞങ്ങൾ ഗെയിം സോണിൽ വന്നു. ശരിക്കും ആമിയെ കളിപ്പിക്കാനെന്നുള്ള പേരിൽ വന്നേക്കുന്നത് എനിക്കും ഹസ്ബൻഡിനും കൂടി ഗെയിം കളിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട്, എനിക്കാണെങ്കിൽ ഈ ടിക്കറ്റ്സ് എടുക്കുന്ന ഗെയിംസാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസം അല്ലായിരുന്നു എന്ന് തോന്നുന്നു. സാധാരണ ഞാനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാകര പോലെ വാരി എടുക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ 2 തവണ കളിച്ചപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നെ ഹസ്ബൻഡ് കളിയാക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ ഹസ്ബൻഡിനോട് കളിക്കുക. അങ്ങനെ പുള്ളി ഇത്തവണ ഒരു 4 സെറ്റാണ് എടുത്തത്. പിന്നെ അല്ലാതെ വേറെയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമാണ്. ആ സന്തോഷമാണ് ഹസ്ബൻഡിൻ്റെ മുഖത്ത് കണ്ടത് നിങ്ങൾ. അപ്പോൾ ആമിയെ പാവം 1-2 റൈഡിലാണ് കയറ്റിയത്. പക്ഷേ ഈ സംഭവം എടുത്തു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് വെച്ചിട്ട് ഗിഫ്റ്റ് എടുക്കാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് എടുക്കാനാണ് ഇത് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ കുറേ ചോക്ലേറ്റൊക്കെ കിട്ടി. അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് ആകപ്പാടെ ഉള്ള ഒരേ ഒരു സന്തോഷം ഈ മാളിൽ പോകുമ്പോൾ കിട്ടുന്ന ഈ ഒരു സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് നമുക്കിനി കിട്ടില്ലല്ലോ. ശരിക്കും ആമിയേക്കാളും കുട്ടികളായി മാറി എന്നുള്ളതാണ് സത്യം ഞങ്ങളും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതിലൊരു കുനാഫയുടെ ഫ്ലേവറിൽ വരുന്ന ഒരു ചോക്ലേറ്റ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് തന്നെ. അപ്പോൾ ഇത് കഴിക്കാനുള്ളൊരു തിടുക്കത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും കിട്ടുമെങ്കിലും മേടിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ബാക്കിയെല്ലാം പെർക്കും അങ്ങനത്തെ ഡയറി മിൽക്ക് അങ്ങനത്തെ സംഭവമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതാണ് കുനാഫയുടെ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അല്ലാതെ വേറെ കടകളിൽ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നാലൊരു ചായ കുടിക്കാതെ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ശീലമായി പോയി. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കോർട്ടിൽ കയറിയിട്ടില്ല. നമുക്ക് പുറത്ത് വന്നിരുന്ന് ചായ കുടിക്കാന്നുള്ള പ്ലാനിൽ മദ്രാസ് കോഫി ഹൗസിൽ നിന്ന് ഒരു പഫ്സും മേടിച്ചിട്ട് അതുപോലെ ചായയും മേടിച്ച് കുടിച്ചേട്ടാ. അപ്പോൾ VR ചെന്നൈയുടെ ഫ്രണ്ടിൽ കുറേ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ നാളായി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നിട്ട്. പോപ്പോയ്സ് ചിക്കൻ്റെ കാണും തോന്നുന്നു കേട്ടോ. ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇവർ ആർട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഞങ്ങളിപ്പോഴാണ് കാണുന്നത്. ഞങ്ങളെപ്പോഴും ബൈക്ക് പാർക്കിംഗ് ചെയ്തിട്ട് അതുവഴി നേരെ ഉള്ളിലേക്കാണ് കയറുന്നത് കേട്ടോ. ഫ്രണ്ടിലോട്ട് അധികം വരാറില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വന്നപ്പോൾ കുറേ വ്യത്യാസം തോന്നി. പിന്നെ ഞങ്ങളിത് ഇവിടെ സ്പാറിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ സ്പാറിൽ കയറത്തില്ല, വല്ലപ്പോഴും കയറും, ജസ്റ്റ് ഒന്ന് നോക്കും, അതുപോലെ തിരിച്ചിറങ്ങി വരുവാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് എടുത്തപ്പോഴത്തേക്ക് നല്ല ലാഭം തോന്നി. കാരണം എനിക്ക് തോന്നിയത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറവായിട്ടും തോന്നി, നല്ല ഫ്രഷ് ആയിട്ടും തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു. ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണാനഗറിലുള്ള അജ്ഫാനിൽ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറേ ആവുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് നട്ട്സും ഡേറ്റ്സ് ഒക്കെ മേടിച്ചിരുന്നത് കേട്ടോ. ഞാനൊരു വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ. ഇത് മലയാളീസ് നടത്തുന്ന ഷോപ്പാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇതേ മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഈ അജ്മാൻ്റെ കട ഇരിക്കുന്നത് നമ്മുടെ അണ്ണാനഗർ വേവ് സിഗ്നലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു അണ്ണാനഗർ വേവ് സിഗ്നലിൻ്റെ ആ ലൈനിൽ തന്നെ ഒരു കല്യാൺ ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പം അവിടെ വന്നിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഫോണിൽ കണ്ടതാണ്. അപ്പോൾ ഇന്ന് തൈപ്പൂയ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം മുരുകൻ്റെ ഫോട്ടോ വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും ഇതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകേണ്ടതിന് പകരം ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ കാണാനും ഇവിടെ വന്നത് പർച്ചേസ് ചെയ്യാനും ഒക്കെ അതൊരു എന്തോ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, കാരണം ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മുരുകൻ്റെ ഫോട്ടോ മേടിക്കാം. കാരണം നമ്മൾ രാവിലെ ക്ഷേത്രത്തിലും പോയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ നോക്കുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പൂജാ റൂമിൽ മുരുകൻ്റെ ഫോട്ടോ ഇല്ല.
അപ്പം എനിക്കാണെങ്കിൽ ആ സ്പേസിൽ നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോയെ എടുക്കാനും പറ്റുള്ളൂ. ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഫോട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ആ ഒരു ലെങ്തിന് നമുക്ക് നമ്മുടെ പൂജാ റൂമിൽ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും മുരുകനെ മാത്രമായിട്ട് ഞാൻ എടുക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കൃഷ്ണനെയും കൂടെ ചേർത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ അവിടെ നിന്നൊരു കുട്ടി കൃഷ്ണനെ, എനിക്കാണെങ്കിൽ വെണ്ണ വെച്ചിരിക്കുന്ന കുഞ്ഞിക്കണ്ണനെ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പം അങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നത് കേട്ടോ. അതും കൂടി എടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫോട്ടോയാണ് ഞാൻ എടുത്തതെന്ന് കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തത് ഈ ഫോട്ടോസ് നമുക്ക് ചുവരിൽ ഒട്ടിച്ച് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അജ്വാനിൽ കയറിയിട്ട് നട്ട്സും അതും ഇതൊക്കെ മേടിച്ചപ്പോഴത്തേക്കും അതെല്ലാം കൂടി ഇട്ട് വെക്കാനുള്ള ബോക്സ് ഇല്ല. അപ്പം സെല്ലയുടെ 3-4 ബോക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആമിക്ക് ഇതേ ഉടനെ തന്നെ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് കുറച്ചൊന്ന് പൊട്ടിയിരിക്കുകയാണ്, അരികൊക്കെ ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതൊരെണ്ണം അവൾക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ മേടിച്ചാണ് കേട്ടോ. പെട്ടെന്നുള്ള ഷോപ്പിംഗ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും നടക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മുരുകൻ്റെ ഫോട്ടോ മേടിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ അവസാനം ഈ 2 കൃഷ്ണന്മാരെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഓടക്കുഴയിൽ വെച്ചിട്ട് പശുക്കിടാവിൻ്റെ കൂടെ നിൽക്കുന്ന കൃഷ്ണനും, പിന്നെ ഒന്ന് ഇതുപോലെ വെണ്ണ കയ്യിൽ വെച്ചേക്കുന്ന കൃഷ്ണനും, പിന്നെ ഈ ഒരു മുരുകൻ്റെ ഫോട്ടോ ആണ് എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3 ഫോട്ടോയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ പൂജാറും ഫുള്ള് ഫോട്ടോ കൊണ്ട് നിറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അതും സാധിച്ചു. അപ്പം പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള അജ്മാനിലുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഡേറ്റ്സ് മേടിച്ചത് 2 ഐറ്റം മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് പ്രത്യേകം ഹസ്ബൻഡ് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റാണ്, പക്ഷെ ഒറിജിനൽ സാധനമാണ്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ആയിരിക്കും. 700-800 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 1/4 കിലോ ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ പ്രത്യേകത ഹീമോഗ്ലോബിൻ കൂടാനും അനീമിയയ്ക്കും എല്ലാത്തിനും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളർച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ. പിന്നെ അത് ഈ കാണിച്ചിട്ടുണ്ടോ, അത് വെള്ളക്കടലയെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് ഹാസൽനട്ട് ആണെന്ന്. അപ്പോൾ അതും നമ്മളങ്ങനെ അധികം കഴിക്കാത്തൊരു സാധനമാണല്ലോ, അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട്. അതും നല്ലതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ചെറിയൊരു ജഗ് ഉണ്ടോ, അതാണെങ്കിൽ ഞാൻ ചായ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഒരെണ്ണം വലുതിരിപ്പുണ്ട്. ഒരു 4-5 വർഷം മുന്നേ മേടിച്ചതാണ്. അപ്പം ഒരെണ്ണം പുതിയതും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് കറി കൊണ്ടുപോകാനുള്ളൊരു പാത്രവും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും. പിന്നെ ഞാൻ ഈ മേടിച്ചേക്കുന്ന ഈ ബോട്ടിൽ കണ്ടോ, ഇതാണെങ്കിൽ സെല്ലോടതാണ്. ഇത് 156 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് വാഷർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല എയർ ടൈറ്റ് ആണ്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. 1/2 കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ കിട്ടും, പക്ഷേ ഞാനെപ്പോഴും ഡയറക്റ്റായിട്ട് പോയി എടുക്കാനാണ് നോക്കുന്നത് എപ്പോഴും. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്നാക്സും നട്ട്സും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ്. 4 എണ്ണമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കുഞ്ഞ് ജഗ്, ഇതെനിക്ക് ചായ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കട്ടനൊക്കെ ഇടാറുണ്ടല്ലോ, അപ്പോൾ ആമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലൊരു ചെറുത് വേണമെന്നുണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. അത് 226 മറ്റാണ് ആയിട്ടുള്ളത്. 200-ന് മേലെയാണ് ആയിട്ടുള്ളത്. 250-ക്ക് അകത്തേ ആയിട്ടുള്ളൂ. പിന്നെ ഈ വലുതുണ്ടല്ലോ, ഇത് ഞാൻ മുന്നേ എടുത്തതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ജഗ്ഗായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പാത്രങ്ങൾ അങ്ങനെ വലിച്ചു വാരി എടുക്കുന്ന ഒരാളല്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഈ ഒരു കുട്ടി ബോക്സ്, ഇത് 120 റുപ്പീസാണ്. അപ്പോൾ ഇത് ആമിക്ക് കറി കൊടുത്ത് വിടാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ഇത് കളയോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തോരനും ചമ്മന്തിയും മുട്ട വറുത്തതും അങ്ങനത്തെയൊക്കെ കൊടുത്തു വിടാം. പിന്നെ ആമിക്ക് ഞാൻ എപ്പോഴും കറി ചോറിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അവൾക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ രസമൊക്കെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കും. പിന്നെ അതിൻ്റെ മേലെയും ഒരു തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു അറയുണ്ട്, മേലെ ഒരു അടപ്പിൻ്റെ അടിഭാഗത്ത്. അപ്പം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആമി എടുത്തത് നല്ല ചെറിയൊരു പാത്രമാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു കുറച്ചും കൂടി വലുതെടുക്കാനായിട്ട്, കാരണം തീരെ കപ്പാസിറ്റി കുറവ് പോലെ തോന്നിയത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് കാണിച്ചു തരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതാണ്. പിന്നെ ഹാസൽനട്ടും നമ്മുടെ ഡേറ്റ്സും എല്ലാ സാധനങ്ങളും അതാത് ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഞാൻ ആലോചിക്കുന്നത്, ഇനി എപ്പോഴെങ്കിലും എനിക്ക് ബോക്സുകൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ശരവണ സ്റ്റോറിൽ ഡയറക്റ്റായിട്ട് തന്നെ പോയി മേടിക്കാം. കാരണം ഇതിൻ്റെ നല്ല റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ആ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ബ്ലൂ കളറിൻ്റെ സംഭവമല്ല, വയലറ്റ് കളർ, അത് നമുക്ക് വലിച്ചിളക്കാം. അത് അകത്ത് അങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്.
പിന്നെ ഇതേ സ്പാറിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തത്, പിന്നെ ഈ ഒരു ഗ്രേപ്സ്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ എനിക്കാണെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിൽ മേടിക്കണമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം എടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പേടിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. പക്ഷേ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്, മാത്രമല്ല റേറ്റ് എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഈ സ്പാറിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഡിമാർട്ടിൽ കയറി അതേ ഫീലാണ്. അവിടെ ഒരുപാട് ഈ കപ്സും സോസറും എല്ലാ സാധനവും ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് ചോദിക്കുകയും ചെയ്തു നമുക്കിനി ഇവിടെ നിന്ന് ഗ്രോസറി എടുത്താലോ എന്ന്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഗ്രോസറി ഫുള്ളായിട്ട് എടുക്കാനായിട്ട് അത്ര ആഗ്രഹമൊന്നുമില്ല. ഇതുപോലെ അത്യാവശ്യത്തിനുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ മാളിൽ പോകുന്ന സമയത്ത് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അറിയില്ല, എനിക്ക് ഓരോ സമയം ഓരോ രീതിയിലാണ് തോന്നുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ അതേ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ എണ്ണയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ ഓർഗനൈസറിൽ സ്ഥലം തികയുന്നില്ല. അപ്പം ഞാൻ ദേ ഈ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് അങ്ങോട്ട് നീക്കി വെച്ചേക്കണം. അപ്പോൾ ഒരുപാട് ചേർത്ത് അങ്ങനെ വെക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ കുറച്ച് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ഒന്ന് തള്ളി നീക്കി തരാനായിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ആ സൈഡിലിരിക്കുന്ന ഒരു ഓർഗനൈസർ ഇല്ലേ, അത് ഞാൻ ശരവണയിൽ നിന്ന് മേടിച്ചാണ്. മുന്നേ എന്നോടൊരു സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിലാണെങ്കിൽ ലിങ്ക് തരുന്നത്. ഇത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അത് ഞാൻ കടയിൽ നിന്ന് ഡയറക്റ്റായിട്ട് മേടിച്ചപ്പോൾ ഏകദേശം എനിക്കൊരു 1200 രൂപയായി. പക്ഷേ 800 രൂപയ്ക്ക് നല്ല വലുത് 5-6 റാക്കുള്ളത് 800-നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കത് അബദ്ധം പറ്റിയിട്ട് മേടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.